ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എവിടെ പോയടാ? അങ്ങനെ ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവാണ്. എനിക്ക് ഉറപ്പില്ല ഇത് സർപ്രൈസ് വിസിറ്റ് ആവുമോയെന്ന്. കാരണം അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് എന്തൊക്കെയോ അവർക്ക് അറിയാവുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതെ, അതുകൊണ്ട് നമുക്ക് എത്രത്തോളം സർപ്രൈസ് കൊടുക്കാമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോവാണ്. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചേച്ചാ താഴെ കൊണ്ടുപോയി ലഗേജൊക്കെ വെച്ചു. ഇഹാൻകുട്ടൻ എന്തോ അവിടെ സോഫയിൽ കിടപ്പുണ്ട്, ഉറങ്ങി എഴുന്നേറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 4-4.5 മണിക്കൂറുണ്ട് ലണ്ടൻ വരെ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ളതും ഒക്കെ ബാക്കിയുള്ള വീഡിയോകളായിട്ട് കാണാം. അപ്പോൾ സീ യു ഇൻ ഇന്ത്യ. ഇവിടെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണമെന്നുള്ളൊരു നിർബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വണ്ടിയിൽ കയറി പിള്ളേരെയൊക്കെ സെറ്റാക്കി. കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് വെളിയിൽ വെച്ചു ഞങ്ങൾ. പിന്നെ ഓൾ സെറ്റാണ് ഞങ്ങൾ. ഈ ഏടനൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആണ്. പിന്നെ സിജോ മാത്രം നല്ല ടയേർഡായിരുന്നു പെട്ടിയെല്ലാം എടുത്ത് കയറ്റിയത് കാരണം. പിന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു, എയർപോർട്ടിലേക്കുള്ള യാത്ര. ഏകദേശം ഒരു 4-4.5 മണിക്കൂറുണ്ട്. അപ്പം പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ പാലം ഞങ്ങൾ കണ്ടത്. നിങ്ങളിൽ പലരും ഈ പാലം കണ്ടിട്ടുണ്ടായിരിക്കും. പ്രിൻസ് ഓഫ് വെയിൽസ് ആണ്. അപ്പോൾ ഇംഗ്ലണ്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഉള്ളൊരു പാലമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു സർവീസിൽ കയറി. അപ്പോൾ അവിടെ വെച്ച് ഏടനെ ഈ സാധനത്തിലൊക്കെ കയറ്റി ഇരുത്തി കുറച്ച് നേരം അവനൊന്ന് എൻ്റർടൈൻഡായി. പിന്നെ അതിന് ശേഷം ഞാൻ ഇഹാനെ ഒന്ന് ഫ്രഷാക്കി എടുത്തു. അത് കഴിഞ്ഞതാണ് ഞങ്ങൾ എയർപോർട്ടിലെത്തി. ലഗേജും കാര്യങ്ങളൊന്നും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ എല്ലാം സെറ്റാക്കി ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റിനാണ് ഞങ്ങൾ പോകുന്നത്. ഫ്ലൈറ്റൊക്കെ വന്നു. പക്ഷെ കുറച്ച് നേരത്തെ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇഹാന അത്ര നല്ല മൂഡിലൊന്നും ആയിരുന്നില്ല. ഉറങ്ങാൻ വേണ്ടിയുള്ള നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഞാൻ സിജോയെ മാറി എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഈഡൻ ഞങ്ങൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. നല്ല അനുസരണയുള്ള കുട്ടിയായിരുന്നു. നല്ലതായിട്ട് ഞങ്ങളെ മനസ്സിലാക്കി നിൽക്കുന്നൊരു കുഞ്ഞാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഞാൻ കണ്ടതൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ടേക്ക് ഓഫ് ചെയ്യാറായപ്പം നല്ല ഭയങ്കര ത്രില്ലായിട്ടിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ്. മാഷ്ഡ് പൊട്ടറ്റോസും പിന്നെ ചിക്കനും ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ്. അപ്പം ഞങ്ങൾ ഹീത്രൂവിന് ഡയറക്റ്റ് അബുദാബിയിലെത്തി. അബുദാബിയിൽ നിന്ന് ഞങ്ങൾ കൊച്ചിൻ ഫ്ലൈറ്റിന് കയറി. സെയിം ഫ്ലൈറ്റായിരുന്നു എത്തിഹാദിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് കയറിയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എന്താ പറയുന്നത് 4 മണിക്കൂർ എങ്ങനെ തള്ളി നീക്കണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം അത്യാവശ്യം നല്ലൊരു ലഞ്ച് അവിടെ നിന്ന് കിട്ടി കേട്ടോ. അതൊക്കെ കഴിച്ച് ഇഹാന് ഇങ്ങനെ വലിയ ഹാപ്പി മൂഡിലൊന്നും അല്ലായിരുന്നു പുള്ളി. അവന് ഈ ഉറങ്ങാൻ നേരം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്. അതല്ലാതെ നോക്കുമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. പിന്നെ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ അറ്റ് ലാസ്റ്റ് എത്തി. അപ്പം മേളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലത്തേക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു സീൻ കാണുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 2.5 വർഷം കഴിഞ്ഞ് ഫാമിലി കാണാൻ പോകുന്നത്. അപ്പം ഏടനൊക്കെ ആണെങ്കിലും അമ്മച്ചിയൊക്കെ ഒരു കണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ വീഡിയോ കോൾ ഡെയിലി ചെയ്യുമായിരുന്നു. അപ്പോൾ അവനും ഭയങ്കര എക്സൈറ്റഡാണ് വീട്ടിൽ പോകാനും അവരെയൊക്കെ ഒന്ന് കാണാനും അവരോട് കളിക്കാനും. പിന്നെ അങ്ങനെയൊക്കെ അവന് കുറേ പ്ലാൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇഹാനെ ആദ്യമായിട്ട് കാണാൻ പോവാണ്. ഇഹാൻ്റെ ഫസ്റ്റ് വിസിറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു ജേർണിയുടെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ പേരൻസിനെ കാണുന്നതും. അപ്പം അവർക്ക് പ്രത്യേകിച്ച് ക്ലൂസൊന്നും എന്ന് വെച്ചാൽ ക്ലൂ ഉണ്ട് വരുന്നുണ്ടെന്നറിയാം.
പക്ഷേ ഇന്ന് അതായത് ഞങ്ങൾ എത്തുന്ന ദിവസം കറക്റ്റായിട്ട് അവർക്കറിയില്ല. ചിലപ്പോൾ രാവിലെയാണോ വൈകിട്ടാണോ അങ്ങനെ ഒരു കൺഫ്യൂഷനിലും, ചിലപ്പോൾ ഇന്നാണോ നാളെയാണോ അങ്ങനെയൊക്കെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുവാണ്. അപ്പം ഞങ്ങളെ കൊണ്ടുവരാൻ വന്നത് ഞങ്ങളുടെ അങ്കിളാണ്, സിജോയുടെ അമ്മാച്ചൻ. അപ്പം ആൻറ്റി അങ്കിളാണ് മെയിനായിട്ടെല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത്. പ്ലാനിങ് അങ്ങനെയല്ല, ഞങ്ങൾ ഓൾറെഡി അവരെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ അത് സീക്രട്ടായിട്ട് തന്നെ വെച്ച് അപ്പം ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നത് അവരാണ്. അപ്പം ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. ആൻറ്റി അങ്കിളും വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എയ്ഡൻ പോകുന്ന വഴിക്ക് ഛർദ്ദലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ ഓക്കെ ആയി. അപ്പോൾ ഇതാണ് സിജോയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആൻറ്റിയുടെ അങ്കിളിൻ്റെ മോളുടെയിൽ ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. ഇനിയും കാണാം. ഓഫ് ചെയ്തോ, സൗണ്ട് കുറയ്ക്കാൻ വല്ല പണിയുണ്ടോ? Yes. ദാ ഈ ഒരു മൊമെൻ്റാണ് കേട്ടോ ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവർക്കറിയാമായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് കയറി ചെന്നപ്പം അവരുടെ മുഖത്ത് കണ്ട ആ ഒരു സന്തോഷം നമ്മൾ അറിഞ്ഞുകൊണ്ട് കയറി ചെല്ലുമ്പം അതൊരിക്കലും കാണാൻ പറ്റത്തില്ല. അതവരുടെ മുഖത്ത് നിന്ന് നമുക്ക് കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സർപ്രൈസുകൾ അവർക്ക് കൊടുക്കണം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെയും അവർക്ക് ഇന്ന് വരുമെന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ താമസിക്കാതെ തന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇത്.
കണ്ടിനാൻ പറ്റിയത്. അത്താത്തന്റെ തോണിഞ്ഞു വന്ന് അപ്പച്ചന്റെ തോണിഞ്ഞ് ഇഞ്ഞു വന്ന് ചെറുത് ആരാ കളയത്? വാ വാ നിങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.